പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇപ്പോൾ സമയം വൈകുന്നേരം 6:30. ഞാൻ ആറാട്ടുപുഴ പൂരത്തിന് പോവാണ്. നേരം വെളുക്കണ വരെ നിൽക്കണമെന്നില്ല, ഒരു 10-11 മണി വരെ. പണ്ട് കാലങ്ങളിലൊക്കെ നേരം വെളുത്ത് ഈ സമയത്ത് പോയിട്ട് പിന്നെ നേരം വെളുത്ത് പൂരം കണ്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരാറല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഒരു 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ആ പൂരപ്പാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് കേട്ടോ. എൻ്റെ കൂടെ വരുന്നത് നമ്മുടെ ഗഡീന മുരളിയേട്ടൻ കോലടിയിലുള്ളത്. എൻ്റെ ഒപ്പം നാടകങ്ങളിൽ അഭിനയിക്കുന്നതിന് ആളെയാണ് കൂടെ വരുന്നത്. അപ്പോൾ ആളൊപ്പാണ് യാത്ര, ഒരു സ്കൂട്ടറിന്. ഞാൻ വീട്ടിൽ നിന്ന് പോകണം കേട്ടോ. അത് ഞങ്ങളുടെ കമ്പനിപ്പടി, വീടിൻ്റെ അവിടെ നിന്നുള്ള വഴിന് ഇവിടുന്ന് ആറാട്ടുപുഴയ്ക്ക് ഒരു 6 കിലോമീറ്ററുണ്ട്. 6 കിലോമീറ്റർ ഉണ്ട്. വൈകുന്നേരമാണ് നമ്മുടെ യാത്ര മുഴുവൻ കേട്ടോ. ഒരു ആക്റ്റീവ് ഫാമിലാണ് പോണത്. ഒല്ലൂര് ഒരു ഇടുങ്ങിയ സ്ഥലമാണ് ഒല്ലൂര് കേട്ടാ. പണ്ട് പഞ്ചായത്തായിരുന്നു, ഒല്ലൂര് പഞ്ചായത്തായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷനായി. ഈ ഇടതുവശത്ത് കാണുന്ന ഒരു ഹോട്ടലുണ്ട്, ശ്രീഭവൻ ഹോട്ടൽ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര ഫേമസ് ഹോട്ടലാണ് ഇതന്നെ. ഊണ് വെജിറ്റേറിയൻ ഹോട്ടലാണ്, ഷാമീര ഹോട്ടൽ എന്ന് പറയും. അടുത്ത് തന്നെ ബാറുണ്ട്. ഈ പോണവരൊക്കെ ആറാട്ടുപുഴ പൂരത്തിന് പോണതാവും. വൈദ്യരത്ന ആയുർവേദ കോളേജ്, ഇതാണ് വൈദ്യരത്ന ആയുർവേദ കോളേജ്. പല്ലച്ചിറ സെൻറ്റർ. നമുക്ക് നേരില്ല പോണ്ടേ. എവിടേക്കാണ് പോണത്? ഞെരുവശ്ശേരിക്ക്. ആറാട്ടുപുഴയ്ക്ക് പോണ വഴിക്ക് മുരളിയുടെ ഒരു കൂട്ടുകാരുണ്ട്, രാജേഷ് എന്ന് പറഞ്ഞിട്ട്. ഞെരുവശ്ശേരിയിലാണ് വീട്. അവർ വീട്ടിൽ കയറി പൂരണ നോക്കിയേ. ഇവരൊക്കെ TV കാണാതിരിക്കുക. ഈ ഇരിപ്പ് നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാവരും നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ, ഒരു 10-90 കാലഘട്ടങ്ങളിൽ എല്ലാവരും കൂടി ഇരുന്ന് TV കാണുന്ന ഒരു ഫീലിംഗ് വരുന്നില്ലേ? ഞാൻ കുറച്ച് നേരം അവരൊപ്പം TV കണ്ടിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഇരിക്കും എല്ലാവരും. ഇത് നമ്മുടെ മുരളിയേട്ടാ. ഇത് മുരളിയുടെ കൂട്ടുകാരൻ ജാൻസ് എന്ന് പറഞ്ഞ ആള്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവിടെ ഒരു സിനിമ നടിയുണ്ട്. ഗംഭീരമായൊരു സിനിമ നടി കാണിച്ചു തരാം. ഇതന്നെ ഒരു സിനിമ നടി. ഏത് സിനിമയിലൊക്കെ അഭിനയിച്ചു കൊടുത്ത് പ്രാർത്ഥന എന്നാണ് പേരിട്ടാ. പിന്നെ പിന്നെ ഒരു എൻ്റെ കല്ലുപെൻസിൽ എന്ന് പറഞ്ഞ അവാർഡ് ഫിലിമിൽ, പിന്നെ അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിമും ആൽബവും അങ്ങനെ കുറേ സാധനങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി അഭിനയിക്കാൻ കിടക്കുന്നത് ഭാവിയിലെ വലിയൊരു നടിയാണ് കേട്ടാ. അപ്പോൾ അങ്ങനെ ഈ വീട്ടിൽ കയറാൻ പറ്റി. നമ്മൾ ആ പ്രതീക്ഷയായിട്ട് കയറിയിട്ടാ. നമുക്കറിയില്ല ഇങ്ങനെ ഒരു നടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേഗം പോടും. എവിടേക്ക്? പൂരപ്പാടത്തേക്ക്. ഞാൻ അതിലൊക്കെ പണ്ട് കാലത്ത് നടന്നു പോയിട്ടില്ല. അതിലൊക്കെ നടന്നു പോയിട്ട് എന്ത് രസമായിരുന്നു. അത്ര അകരം നടന്നു വരും ഞങ്ങള് കൂട്ടുകാരന്മാര്. ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. ഈ മനുഷ്യനെ സ്കൂട്ടർ എവിടെയാണ് ഒരു കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ വീട് അന്വേഷിച്ചിട്ട് അവിടെ നടക്കാൻ 1/2 മണിക്കൂർ നേരത്തെ ഇവിടുന്ന് നിർത്തിച്ചു. ആ സമയം എനിക്ക് പൂരപ്പറമ്പിൽ എന്നിട്ട് മേളം അതൊക്കെ വെറുതെ കേൾക്കായിരുന്നു, കാണായിരുന്നു. തിരിച്ചു പോകുമ്പോഴേ വണ്ടി കിട്ടണമെങ്കിൽ വണ്ടിയുടെ സൈഡിൽ മുഴുവൻ വേറെ വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു പോകാൻ പറ്റില്ല, മനസ്സിലായ? അപ്പോൾ 1 മണിക്കൂർ വെറുതെ പോകും. ഇപ്പോൾ 1/2 മണിക്കൂറിൽ പോയുള്ളൂ, ചിലപ്പോൾ 1 മണിക്കൂറല്ല 2 മണിക്കൂർ പോകും. നല്ലതല്ല. നമ്മളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് ആരെങ്കിലും നമ്മളെ തട്ടിക്കൊണ്ട് പോയാലോ? അതാലോചിക്കില്ലേ മനുഷ്യൻ? ഞാൻ അജീനെ കൊണ്ടുവന്നിട്ടില്ല, സരിതേനല്ല കൊണ്ടുവന്നിട്ടില്ല. കിടക്കാൻ പറ്റില്ല അങ്ങോട്ട് നീറ്റ്. അത് തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും തിരക്കാണ്. ഒരു ശ്വാസം വേണം.
ഇവിടെ വന്നാലൊരു കുഴപ്പം തരുന്നറിയും, മുരളിയേട്ടൻ കൂട്ടി വന്നാലും കുഴപ്പം തരുന്നറിയും. സകല ആളെയും പരിചയമാൾക്ക് ഈ ഓഡീഷന് അല്ലെങ്കിൽ ഇതിലൊക്കെ പോയിട്ടേ എല്ലാവരും ഫോൺ നമ്പർ വാങ്ങിച്ചിരിക്കും. ഇത് എല്ലാവർക്കും വിളിക്കും. കണ്ടമാനം കൂട്ടുകാരന്മാരാ. അതിനും ഊരാറമ്പിൽ വന്നിട്ടുള്ള ആനകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ആളെ പരിചയക്കാരാ. നീറിരിക്കും. എത്ര രൂപ വില? 750. 750 രൂപയിലുള്ള മുതലുണ്ട് കേട്ടാ. സാലഗ്രാം ശിവന്റെ അതെ 70. 70 രൂപ കപ്പലിന് ഭയങ്കര ഈ ചൂട് വരെയുള്ള 100 രൂപ 100 രൂപ 100 രൂപ. ആള് വെടി പിടിച്ചു. അലകണം വേണ്ട, അടുത്തലക്ക്. ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് പേർക്ക് വിളിക്കാൻ നടക്കുക ആള്. കയ്യിൽ പിടിച്ച് നടക്കണ നമുക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടോന്ന് അറിയണ്ടേ? അത് കാരണം അല്ല ഈ സമയത്ത് ഇതൊരു മറ്റേ സാധനം അല്ലേ? എല്ലാ പച്ചക്കറിയും അതെന്ത് സ്പില്ലരിയല്ലേ? ഇതിനിപ്പോ പോരാറുമ്പോഴത്തേക്കും പള്ളി പെരുന്നാളിനത്തേക്ക് താരട്ടാ ഈ സാധനം. പൊരി ഇതേ തന്നെ മൈപ്പീരി കാണില്ല. മൈപ്പീരി അലുവ. മുരയുടെ എനിക്കൊരു മുറുക്ക് വാങ്ങിക്കണം. ബാക്കി മേടിക്കും. 30 രൂപ വില. ഏറ്റവും ഇഷ്ടപ്പെട്ട മുറുക്കാണ് നമ്മൾ പൊട്ടിച്ച് തരാൻ പോകണം. ബാക്കി പൈസ വാങ്ങ 30 രൂപ കൊടുത്ത്. ഓക്കെ. പണ്ടത്തെ വളകള് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മന്ദാരം കടവ് എന്ന സ്ഥലത്താണ്. ഈ സ്ഥലമാണ് മന്ദാരം കടവ്. ബൈലിക്കിടില്ലേ? ഇത് കരുവിന് പുഴയാണ് ഇതേ കാണുന്നത്. നടന്ന് ക്ഷീണിച്ചു തിരക്കിൻ്റെ ഇടയിലും ആകതായിട്ട്. പൂരപ്പറമ്പിലൂടെ അല്ല പൂരപ്പാടത്തൂടെ, പറമ്പല്ല ഇവിടെ പാടന്ന്, ആലപ്പുഴ പാടം, പാടത്തോടിന് ആക്കുന്നത്. മേളത്തിൻ്റെ അടുത്തേക്ക് കടക്കാൻ പറ്റില്ല, ആ പ്രദേശത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പം അത് മേളത്തിനായിട്ട് പോണത് വേണ്ടെന്ന് വെച്ചു. തകർത്തു. ശരിക്ക് കൈകൂടെ കടന്നു പോയില്ലേ? രണ്ട് ഇത് വേറെ സർക്കും.
പൂരത്തിന് വന്നിട്ട് ഇത് കഴിക്കാൻ പോണ. ഞങ്ങള് പൂരം കണ്ടിട്ട് ഞങ്ങള് പോരുന്നേട്ടാ വയർത്ത് കുടിച്ചു അല്ലേ ആളുകളുടെ ഇടയിൽ തിരക്ക്. ഇനി ഇവിടുന്ന് പിന്നെ ആന വരുന്നുണ്ട്. മുരളിയുടെ വണ്ടി വെച്ചോണ്ട് വളരെ ദൂരെയാ, അവിടെ വരെ നടക്കണം. കട ഈ വഴിയായില്ലേ വരാ ഇഷ്ട നമ്മുടെ ഈ ആ വഴിയായില്ലാണ്. അല്ലാണ്ട് പിന്നെ ഈ വഴി പാടത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇന്നത്തെ ആളെ ഫുഡിന്റെ ക്രമണം പറഞ്ഞ വൈകുന്നേരം നേരത്തെ 2 ദോശ 2 ചായ ഒരു പെഗ് പിന്നെ എന്നിട്ട് ഒരു പ്ലേറ്റ് കോഴി പിന്നെ ഒരു വലിയ കിണ്ണം കഞ്ഞി കണ്ടില്ലേ കുടിച്ച്. ഇതാണ് ആളുടെ വൈകുന്നേരം 8 മണിക്ക് ശേഷമുള്ള ഭക്ഷണമാണ് കാണിച്ചു തരാ. വണ്ടി വെച്ച സ്ഥലം, ബൈക്ക് സ്കൂട്ടർ വെച്ച സ്ഥലം, 4 വീലർ നടക്കാതെ അതാണ് വഴി, ഇതാണ് വഴി. ഇന്ന് ഇവിടെ ഈ വീടിൻ്റെ ഇവിടെ നിന്ന് ഞാൻ വർത്താനം പറഞ്ഞു നടന്ന, ഇവിടെ നിന്ന് ഞാൻ വർത്താനം പറഞ്ഞു നടന്ന. അപ്പോൾ മുരളിയേട്ടൻ അങ്ങോട്ടല്ലേ പോയത്, ആ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ പോയി എന്ന് പറഞ്ഞ. മുരളിയുടെ ഇവിടുത്തെ കുറേ ദൂരം പോയി. പിന്നെ ഈ സൈഡിൽ വെച്ച് ഞങ്ങൾ അന്വേഷിച്ച് വണ്ടി കണ്ടുപിടിച്ച് വീട്ടിൽ പോരുകയാണ്. അങ്ങനെ കൊല്ലത്തെ ആറാട്ടുപുഴ പൂരം ആ വഴിയില്ല, ആറാട്ടുപുഴ പൂരം കഴിഞ്ഞു കേട്ടോ.